ഇതൊരു സോഷ്യൽ മീഡിയ നിരോധിച്ചതിനെ തുടർന്നാണ് ഈ പ്രക്ഷോഭവും കലാപവും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനു മുമ്പും അവിടെ അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, സാമ്പത്തിക അസമത്വമുണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇതുപോലുള്ളൊരു എന്താ പറയുക, എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ളൊരു സമരത്തിലേക്ക് അവരാരും പോയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് സോഷ്യൽ മീഡിയ നിരോധനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ അവരുടെ ഇതിനുള്ള പ്രകോപനം എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നിരോധനം എങ്ങനെയാണ് ഈ വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കപ്പെടുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പം അതിന് ചെറുതായി കാണുകയല്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ സ്വാധീനം, യുവാക്കളിൽ പ്രത്യേകിച്ചുള്ള സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന സ്വാധീനം, അത് വല്ലാതെ ഉണ്ടായ ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതായത് നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു കുട്ടി തുടർച്ചയായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നൊരു കുട്ടി, ഫോൺ ഉപയോഗിക്കുന്നൊരു കുട്ടിയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അതിനെ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് കുറേ ആളുകൾക്ക് ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒന്ന് നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഡിസോർഡർ ബാധിച്ച ഒരു വലിയ സമൂഹം എന്ന നിലയ്ക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നേരെ മറിച്ച് ഒരു ഒറ്റയടിക്ക് 26 ആപ്പുകൾ, സോഷ്യൽ മീഡിയ ആപ്പുകൾ ഒന്നിച്ചങ്ങ് നിരോധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് നിരോധിച്ചു, അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മറ്റ് മാർഗങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾ വല്ലാതെ ഉണ്ടായില്ല. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ലിങ്ക്ഡിൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ആപ്പുകൾ പൂർണ്ണമായും ഒരു ദിവസം നിരോധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഉപാധിയാണിത്. നമ്മളൊക്കെ ഫോൺ ചെയ്ത ആളെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഈ ജെൻസി പിള്ളേർ ഫോൺ ചെയ്യുന്നേ ഇല്ലല്ലോ, ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നില്ലല്ലോ, അവർ ടെക്സ്റ്റ് വഴിയും റീൽസ് വഴിയും ഒക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരെന്തിനും ഇത്തരം കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരു ദിവസം അങ്ങ് നിന്ന് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. ഇത് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു പിടിച്ചേ പറ്റൂ. അങ്ങനെ പല മാർഗ്ഗങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. VPN ഉപയോഗിച്ചു, എൻക്രിപ്റ്റഡ് ആപ്പുകൾ ഉപയോഗിച്ച്, അങ്ങനെ പല രീതി ഉപയോഗിച്ച് അവരിതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നിരോധനം വരും എന്നുള്ള ഒരു സാധ്യത നിലനിന്ന സന്ദർഭത്തിൽ തന്നെ ഇവർ ഹാഷ്ടാഗുകൾ ആരംഭിച്ചിരുന്നു. നേപ്പാൾ അഗൻസ്റ്റ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ആരംഭിച്ചിരുന്നു. നേപ്പാൾ നോ ടു നെപ്പോട്ടിസം എന്ന് പറയുന്ന ഹാഷ്ടാഗ് ആരംഭിച്ചിരുന്നു. അങ്ങനെ ഇത് നിരോധനത്തിന് മുമ്പ് തന്നെ ആളുകൾ ഐക്യപ്പെട്ടു വന്നിരുന്നു ഈ പ്രക്ഷോഭത്തിന് വേണ്ടി എന്നുള്ളതാണ്. അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നതിനെതിരെ വല്ലാത്തൊരു പ്രക്ഷോഭം അവിടെ ഉള്ളിൽ നിന്ന് സ്വയം ഉത്ഭവിക്കുകയും അത് ഇങ്ങനെ വലിയ പ്രക്ഷോഭമായി മാറുകയും ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ നിരോധനം റദ്ദാക്കിയതിന് ശേഷം വീണ്ടും പ്രക്ഷോഭം തുടങ്ങുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അജിംസ് സൂചിപ്പിച്ച പോലെ ആ നാടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായ അവരുടെ അസന്തുലിതാവസ്ഥ, പിന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയതെല്ലാം ഇവരെ വല്ലാതെ ബാധിച്ചൊരു വിഷയമായിരുന്നു. അപ്പോൾ അതുകൂടി അവർ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് പാഠം ഉണ്ട്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്ന ഇപ്പോൾ നടക്കുന്ന സെൻസർഷിപ്പ്, സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം, ഇതെല്ലാം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഒരു വേള അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മാറും എന്ന് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലാവുന്നൊരു സംഭവമാണിത്. ഇത് നേപ്പാൾ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമായതുകൊണ്ട് അത് പെട്ടെന്ന് നടന്നു. ഇന്ത്യയിൽ അത് പെട്ടെന്ന് നടന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്.